നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ തൃക്കരിപ്പൂർ. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വിലക്കുറവിന്റെ, ഗുണമേന്മയുടെ, വിശ്വാസതയുടെ യഥാർത്ഥ നാമം നിക്ഷാൻ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, ചെറുവത്തൂർ, തലശ്ശേരി, കാസർഗോഡ്, പയ്യന്നൂർ. ഐഡിയൽ ഡെക്കോ, ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, പള്ളിക്കുന്ന്, കണ്ണൂർ, 7th മൈൽ ജംഗ്ഷൻ, തളിപ്പറമ്പ്. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. വിളംബരത്തിലൊതുങ്ങാത്ത വിശ്വസ്തത. മണിത്താലി ഗോൾഡ് ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇനി പയ്യന്നൂരിലും. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. റവന്യൂ റിക്കവറിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് മെഡിക്കൽ കോളേജ് ശാഖയിലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. റിക്കവറി നടപടി പിൻവലിക്കണമെന്ന് MV ജയരാജൻ. നിർമ്മാണം പൂർത്തിയായ മാടായി ITI കെട്ടിടം TV രാജേഷ് MLA സന്ദർശിച്ചു. ITIയിൽ പുതിയ കോഴ്സ് അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് MLA. തളിപ്പറമ്പ് CH സെന്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രഭാഷണ പരമ്പരയ്ക്ക് പഴയങ്ങാടിയിൽ തുടക്കമായി. KM ഷാജി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ തങ്കയം ബൈപ്പാസ് റോഡിനോടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ച് തങ്കയം ശാഖ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും. കൃഷി ഓഫീസറെ കണ്ടിട്ട് വർഷങ്ങൾ. ചിറ്റാരിക്കൽ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ചെറുപുഴ കുണ്ടന്തടത്ത് റോഡരികിൽ കല്ല് നിരത്തിയത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. റവന്യൂ റിക്കവറിയുടെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജിന്റെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ മെഡിക്കൽ കോളേജ് ശാഖയിലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇത് ആദ്യമായാണ് മെഡിക്കൽ കോളേജ് റവന്യൂ റിക്കവറി നടപടി നേരിടുന്നത്. കണ്ണൂർ റവന്യൂ റിക്കവറി തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എത്തിയത്. ഇതോടെ ജീവനക്കാരുടെ ഡിസംബറിലെ ശമ്പളവും ദൈനംദിന ചെലവുകളും മുടങ്ങിയിരിക്കുകയാണ്. മരവിപ്പിച്ച അക്കൗണ്ടുകൾ ആശുപത്രി സഹകരണ സംഘത്തിന്റെ ഒരാവശ്യത്തിനും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ബാങ്ക് അധികൃതർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 1 മാസം മുൻപാണ് സർക്കാരിൽ നിന്നുള്ള കടം തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയെന്ന കാരണത്താൽ ആശുപത്രി അധികൃതർക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്ന് നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റ് സർക്കാരിനെ സമീപിച്ചിരുന്നു. ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയുണ്ടെന്ന ധാരണ പരക്കുന്നതിനിടെയാണ് കൂടുതൽ കർശന നടപടികളുമായി ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. ആകെ 178 കോടി രൂപയാണ് സർക്കാർ കണക്കുപ്രകാരം പരിയാരം മാനേജ്മെന്റ് അടക്കാനുള്ളത്. ഇതിൽ വീഴ്ച വരുത്തിയതിനാലാണ് ഇപ്പോൾ ജപ്തി നേരിടുന്നത്. ജപ്തി നടപടിയുടെ ഭാഗമായി ആശുപത്രിയുടെ ഭാഗമായുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളോ ജപ്തി ചെയ്യാൻ നിയമപരമായി നിർവാഹമില്ല. ഇളകുന്ന മുതലുകളടക്കമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ മാത്രമാണ് ജപ്തി നടപടിയുടെ ഭാഗമായി മാറ്റാനാകുക. കഴിഞ്ഞ മാസം ആദായ നികുതി വകുപ്പിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ നടപടിയെയും മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് നേരിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പരിയാരം ജപ്തി നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി ചെയർമാൻ MV ജയരാജൻ സർക്കാരിന് നിവേദനം നൽകി. മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി എന്നിവർക്കാണ് നിവേദനം നൽകിയത്. സംഭവത്തിൽ ആശുപത്രിക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകണമെന്നും ജയരാജൻ അഭ്യർത്ഥിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി സർക്കാർ നിയന്ത്രണത്തിലാകുമ്പോൾ അനുവദിച്ചതും ചെലവിട്ടതുമായ തുകയുടെ പേരിലുള്ള ജപ്തി നടപടി പിൻവലിക്കണമെന്ന് ആശുപത്രി ചെയർമാൻ MV ജയരാജൻ സർക്കാരിനോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ട തുക മരവിപ്പിച്ചത് ഉടൻ റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി എന്നിവരോട് ആവശ്യപ്പെട്ടു. ഈ ഭരണസമിതി വന്നതിന് ശേഷം കടമെടുത്തിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ മുൻകടങ്ങൾ അടച്ചു തീർക്കുകയാണ് ചെയ്തത്. സർക്കാർ ചികിത്സ ഇനത്തിൽ 20 കോടിയിലധികം ലഭിക്കാനുമുണ്ട്. ഈ അവസരത്തിലാണ് ആശുപത്രിയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ സർക്കാർ കടമായി നൽകിയ തുകയുടെ 4 ഇരട്ടി തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഈ ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയത്. സാധാരണക്കാർ ആശ്രയിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കാൻ നടക്കുന്ന നീക്കത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കണമെന്നും ജയരാജൻ പറഞ്ഞു.
പരിയാരം മെഡിക്കൽ കോളേജ് റവന്യൂ റിക്കവറി. സർക്കാർ തീരുമാനം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് മെഡിക്കൽ കോളേജ് MD C. രവി. നിരവധി സ്വകാര്യ കമ്പനികൾക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുമ്പോഴാണ് പരിയാരത്തിനെതിരെയുള്ള നടപടിയെന്നും C. രവി പറഞ്ഞു. പരിയാരത്ത് നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ എത്രയോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എത്രയോ കോടാനുകോടി ഗവൺമെൻറ്റിന് നടക്കാനുണ്ട്. അവിടെയൊന്നും ഇതുപോലുള്ള നിർബന്ധിതമായ ഒരു റവന്യൂ റിക്കവറി നടത്തിയതായി ഞങ്ങളുടെ അനുഭവത്തിൽ കാണുന്നില്ല. അതുമാത്രമല്ല, ഈ സ്ഥാപനം ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇത്രയും ശ്വാസം മുട്ടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്. ഇവിടെ സൊസൈറ്റിയിൽ മാത്രം 1000-ഓളം ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്വരൂപിച്ച് വെച്ച തുകയാണ് ഇപ്പോൾ പ്രൊഹിബിറ്റീവ് ഓർഡറിൽ കുടുങ്ങിയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇനി നിത്യനിദാന ചെലവിന് ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. കാരണം മരുന്ന് കമ്പനിക്കാർ ഇനി മരുന്ന് തരാത്തൊരവസ്ഥയുണ്ടാവും. അതുപോലെ ഇവിടുത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അധികം ക്രെഡിറ്റാണ്. ഇവിടെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ചികിത്സ സൗജന്യമാണ്. പട്ടികവർഗ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ മരുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച മരുന്നാണ് ഞങ്ങൾ ആ രോഗികൾക്ക് നൽകുന്നത്. അങ്ങനെ മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ള തുക പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പരിയാരം മെഡിക്കൽ കോളേജ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ K. ബാലകൃഷ്ണൻ, സീന ബാലൻ, P. സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടക്കം മുതൽ ഈ സ്ഥാപനത്തെ ഈ നാഷണൽ ഹൈവേയോട് ചേർന്ന് തലയുയർത്തി നിൽക്കുന്ന ഈ കെട്ടിടം ഉൾപ്പെടെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ലോണായിട്ടും ഗ്രാന്റായിട്ടും ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള പണമാണ്. ആ പണമാണ് ഇന്ന് കുന്നുകൂടി പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒരു വലിയ ബാധ്യതയായിട്ട് ഗവൺമെന്റ് കാണുന്നത്. ഒരു വർഷമായി കൃഷി ഓഫീസറില്ല. ചിറ്റാരിക്കൽ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. കാർഷിക മേഖല സജീവമായ പ്രദേശങ്ങളിലാണ് കർഷകർക്ക് തിരിച്ചടിയായി സർക്കാർ മൗനം പാലിക്കുന്നത്. കുടിയേറ്റത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ചിറ്റാരിക്കാലിൽ ഒരു കൃഷി ഓഫീസറില്ലെന്ന് പറഞ്ഞാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഈ ഓഫീസിൽ ഒരു വർഷമായി കൃഷി ഓഫീസറില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തനവും നടക്കുന്നുമില്ല. 3 കൃഷി ഓഫീസിന്റെ ചുമതലയുള്ള ഒരു ഓഫീസറാണ് വല്ലപ്പോഴും ഇവിടെ വന്നു പോകുന്നത്. മാത്രവുമല്ല, ഓഫീസിലുള്ള ജീവനക്കാർ എല്ലാവരും തന്നെ പുതിയ നിയമനക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും ചോദിച്ചാൽ തന്നെ മറുപടി പറയാനും ഇവർക്ക് കഴിയുന്നില്ല. കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടപ്പാക്കേണ്ടതുണ്ടെങ്കിലും ഈസ്റ്റേൺ ഏരിയയുടെ അവസ്ഥ ദയനീയം തന്നെ. കൃഷി അസിസ്റ്റന്റിനെയും മറ്റ് ജീവനക്കാരെയും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനാൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന് മുൻപ് ഇവരുടെ ജോലി നിയമനം അവസാനിക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മാടായി ITI പൂർത്തിയായി. പുതിയ കോഴ്സ് കൂടി അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് TV രാജേഷ് MLA. മാടായി ITI കെട്ടിടം സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണം പൂർത്തിയാക്കിയ മാടായിപ്പാറയിലെ മാടായി ITI കെട്ടിടത്തിന്റെ പുരോഗതി നേരിൽ നോക്കിക്കാണാനായി എത്തിയതായിരുന്നു TV രാജേഷ് MLA. നിർമ്മാണത്തിന്റെ അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി അടുത്ത മാസം ആദ്യവാരം ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. 495 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ 2ാം നിലയിൽ 5 വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ തിയറി ക്ലാസ് മുറികളും 1ാം നിലയിൽ കോൺഫറൻസ് ഹാളും ലാബും മറ്റ് ഓഫീസ് മുറികളും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിൽ ഇലക്ട്രിക് വർക്ക് ചെറിയ രീതിയിൽ കൂടി പൂർത്തിയാവുന്നതോടെ ഉദ്ഘാടനത്തിനായി സജ്ജമാവുമെന്നും MLA പറഞ്ഞു. ഏതായാലും ഇപ്പോൾ മന്ത്രിതലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വലിയ അളവിൽ പരിഹരിക്കാനും ITIയുടെ പണി ഇപ്പോൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ITI ഉദ്ഘാടനത്തിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ബന്ധപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോണുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടി സൗകര്യപ്രദമായ ഒരു തീയതിയിൽ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ITIയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ പുതിയ കോഴ്സുകൾ കൂടി അനുവദിക്കണമെന്ന ആവശ്യം വകുപ്പ് മന്ത്രിക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നും ഉദ്ഘാടന ദിവസം പുതിയ കോഴ്സുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഉള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. PWD AE സുനിൽകുമാർ, ITI പ്രിൻസിപ്പൽ പ്രദീപ് കുമാർ, ഡോക്ടർ വിനോദ്, ജൂനിയർ സൂപ്രണ്ട് ഹരികൃഷ്ണൻ, മധുസൂദനൻ C എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഹക്കീം വധക്കേസ് അന്വേഷണ സംഘത്തിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ സംഭവം ഉത്തരവ് പിൻവലിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉറപ്പു നൽകിയതായി C. കൃഷ്ണൻ MLA. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും ഇതുപോലുള്ളൊരു കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ്
തുടരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നു എന്നുള്ളത് ഒരു ദുരൂഹതക്ക് ഇടയാക്കിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരവ് CIA സ്ഥലം മാറ്റിയ ഉത്തരവ് നടപ്പിലാക്കില്ല. അദ്ദേഹത്തെ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാവുന്നത് വരെ ആ ടീമിൽ തന്നെ ഉണ്ടാവും എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നലെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കപ്പെടണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ക്രൈംബ്രാഞ്ച് ആയാലും CBI ആയാലും ഹക്കീം പദത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജനങ്ങളാകെ അതിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തളിപ്പറമ്പ് CH സെന്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രഭാഷണ പരമ്പരയ്ക്ക് പഴയങ്ങാടിയിൽ തുടക്കമായി. KM ഷാജി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് CH സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാവപ്പെട്ട രോഗികൾക്കും സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും സാന്ത്വനമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് CH സെന്റർ പ്രവർത്തിക്കുന്നത്. പ്രഭാഷണ പരമ്പര KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. ഏതൊരാളും അവന്റെ ആത്മീയമായ നിർവൃതിയെ പരിഹരിക്കുന്നുള്ളൂ എന്ന് നമ്മൾ അറിയണം. CH സെന്റർ ഒരുപക്ഷെ ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ വ്യക്തിപരമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെ സാമൂഹ്യമായ ഒരു ഏറ്റെടുക്കലായി മാറുകയാണ് CH സെന്റർ ചെയ്യുന്നത്. സാന്ത്വന സ്പർശം ഡോക്യുമെന്ററി പ്രകാശനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവി നിർവഹിച്ചു. NK അബ്ദുള്ള ഹാജി, POP മുഹമ്മദ് അലി ഹാജി, KP മുഹമ്മദ് കുഞ്ഞി, അബ്ദുൽ കരീം ചേലേരി, AP ബദറുദ്ദീൻ, KP മുഹമ്മദ് അലി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. കബീർ ഫൈസി ചെറുകാട് മുഖ്യപ്രഭാഷണം നടത്തി. ചെറുപുഴ കുണ്ടന്തടത്ത് റോഡരികിൽ കല്ല് നിരത്തിയത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തി. റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഏറെ വിവാദം നിലനിൽക്കുകയും മറ്റെല്ലാ പ്രദേശങ്ങളും റോഡ് കുഴിയടച്ച് ഗതാഗതയോഗ്യമാക്കിയെങ്കിലും കുണ്ടന്തടം മുതൽ പാടിച്ചാൽ വരെയുള്ള ഭാഗം പഴയ അവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ റോഡിന്റെ അരികിൽ അങ്ങിങ്ങായി വലിയ കല്ലുകൾ നിരത്തിവെച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ്. റോഡിന് നടുവിലെ കുഴി കാരണം മിക്ക വാഹനങ്ങളും റോഡിനരികിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ ഈ വഴിയിലാണ് വലിയ കല്ലുകൾ നിരനിരയായി വച്ചിരിക്കുന്നത്. റോഡ് ഗതാഗതം തടസ്സപ്പെടത്തക്ക രീതിയിൽ കല്ല് വെച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, ബസ് സ്റ്റോപ്പിൽ ആയതിനാൽ ബസ്സിൽ നിന്നും ഇറങ്ങിവരുന്ന യാത്രക്കാർ കല്ലിൽ തട്ടി വീഴുമെന്നും ഉറപ്പാണ്. ഈ പ്രദേശത്തുകാർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും വഴികളിൽ അടുപ്പുകൂട്ടി ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്തിരുന്നു. സമരം ചെയ്തതുകൊണ്ടാണ് ഈ പ്രദേശം മാത്രം ഒഴിവാക്കിക്കൊണ്ട് റോഡ് നന്നാക്കിയതെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ഇത്ര വലിയ കല്ലെടുത്ത് വെച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുന്നവർക്ക് ഇതിന്റെ പകുതി സമയവും അധ്വാനവും വേണ്ട ഈ കുഴികളിൽ മണ്ണ് കൊണ്ടിടാൻ. ജനസേവകന്മാരായി സ്വയം നടിക്കുന്ന ഇക്കൂട്ടർക്ക് ജനസേവനത്തെക്കാൾ ഉപരി ഈ ചെയ്യുന്നത് ജനദ്രോഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന കാര്യം ഏറെ നാണക്കേടുണ്ടാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കർഷക സംഘം വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ നടീലുത്സവം തങ്കയത്ത് നടന്നു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ KV ഷീന ഉദ്ഘാടനം ചെയ്തു. തങ്കയം ഈച്ചാൻ വയലിൽ പാട്ടത്തിനെടുത്ത 65 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി TV കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. KV പത്മനാഭൻ, P ശ്രീധരൻ, V രാമചന്ദ്രൻ, ബാബുരാജ് VM, പവിത്രൻ ചെറുകാനം, AV അപ്പുക്കുഞ്ഞി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെള്ളരി, വെണ്ട, കുമ്പളം, മത്തൻ, കോളിഫ്ലവർ, തക്കാളി, ചീര, പച്ചമുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. സംസ്കൃതി പഴയങ്ങാടിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മതസൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. മതേതര മനസ്സുകൾ ഒന്നിച്ച് മാനവികതയുടെ പുതിയ ലോകത്ത് മനുഷ്യസ്നേഹത്തിന്റെ മധുരം നുണയെന്ന സന്ദേശമുയർത്തിയാണ് സംസ്കൃതി പഴയങ്ങാടിയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിച്ചത്. പുതുവർഷത്തിന്റെ ഭാഗമായി സംഘാടകർ ഒരുക്കിയ 5 മീറ്റർ നീളമുള്ള കേക്ക് മുറിച്ചാണ് മതസൗഹാർദ്ദ സദസ്സിന് വിരാമമായത്. V വിനോദ് അധ്യക്ഷനായി. K രഞ്ജിത്ത്, ഫോക്ലോർ അക്കാദമി ചെയർമാൻ മുഹമ്മദ് അഹമ്മദ്, അബ്ദുള്ള, PM ഹനീഫ്, സുധീർ വെങ്ങര, MV രാജീവൻ, U പ്രസന്നകുമാർ, അരുൺ ശൈലേന്ദ്രൻ, OK രതീഷ്, മുഹമ്മദ് വാടിക്കൽ, നികേഷ് താപം എന്നിവർ സംബന്ധിച്ചു. പഴയങ്ങാടിയിലെ ഷാജി ബേക്കറിയാണ് ഭീമൻ കേക്ക് ഒരുക്കിയത്. സ്വാമി ആനന്ദ തീർത്ഥരുടെ 110ാം ജന്മദിനാഘോഷം ശ്രീനാരായണ വിദ്യാലയത്തിൽ വിവിധ കലാപരിപാടികളോടെ നടന്നു. VP അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുകയും അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും കഠിനമായി പ്രയത്നിച്ച സ്വാമി ആനന്ദതീർത്ഥരുടെ 110ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. അനുസ്മരണ സമ്മേളനം BP അപ്പുക്കുട്ടൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TV വസുമിത്രൻ അധ്യക്ഷനായി. P അപ്പുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. A കുഞ്ഞമ്പു, സ്വാമി പ്രേമാനന്ദ, ശ്രീരാമൻ കൊയ്യോൻ, T കുഞ്ഞമ്പു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ തങ്കയം ബൈപ്പാസ് റോഡിനോട് പൊതുമരാമത്ത് വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് തങ്കയം ശാഖ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. പൊട്ടിപ്പൊളിഞ്ഞ് ദുരിതയാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും പൊതുമരാമത്ത് അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വകുപ്പ് മന്ത്രിയുടെ പാർട്ടി പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ശാഖ യൂത്ത് ലീഗ് പ്രവർത്തകർ തങ്കയം മുക്കിലെത്തി റോഡ് ഉപരോധിച്ചു. സൂചനാ സമരം കൊണ്ട് പ്രശ്നം തീർന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് മുദ്രാവാക്യ രൂപേണ അധികാരികളെ ബോധ്യപ്പെടുത്തും വിധമാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിലെ 2015 വർഷത്തെ കലണ്ടർ വ്യത്യസ്തത തീർക്കുന്നു. വരും തലമുറയ്ക്ക് കൂടി വേണ്ടി കലഹിച്ചും ഓർമ്മപ്പെടുത്തിയും ഒരു പോസിറ്റീവ് കലണ്ടർ നിർമ്മിച്ചാണ് ഇത്തവണയും ശ്രദ്ധേയരാകുന്നത്. ഓരോ നെൽപ്പാടങ്ങളും വരുംകാല സമൃദ്ധിയുടെ അടയാളപ്പെടുത്തലാണ്. വീണ്ടെടുക്കാം നെൽപ്പാടങ്ങളും നെൽകൃഷിയും. ഇത് പരിയാരം മെഡിക്കൽ കോളേജ് തയ്യാറാക്കിയ 2015 വർഷത്തെ കലണ്ടറിലെ ആദ്യ പേജിലെ വരികളാണ്. ഒപ്പം ചേർത്തതാകട്ടെ വരുംകാലത്തേക്കുള്ള കരുതലിന് തയ്യാറെടുക്കാനുള്ള ചിത്രവും. കലണ്ടറുകൾ ദിവസങ്ങളും മാസങ്ങളും കൊഴിഞ്ഞു വീഴുന്ന കടലാസുകൾ മാത്രമാകരുതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ കലണ്ടറിലൂടെ. പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങളുയർത്തി കലണ്ടറുകൾ പിറക്കാറുണ്ട്. എന്നാൽ വിഷയവൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് പരിയാരത്തെ കലണ്ടർ. നാളേക്ക് വേണ്ടി പറയണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഓരോ വിഷയങ്ങളും എഴുത്തിലൂടെയും ചിത്രങ്ങളിലൂടെയും ഈ കലണ്ടർ ഓർമ്മപ്പെടുത്തുന്നു. പ്രധാനമായി 6 വിഷയങ്ങളാണ് കലണ്ടർ ചർച്ച ചെയ്യുന്നത്. വരുംകാല സമൃദ്ധി, സമയത്തിന്റെ പ്രാധാന്യം, പരിസ്ഥിതി സംരക്ഷണം, അശ്ലീലമല്ല പ്രണയം, വലുപ്പം വെക്കാത്ത ഭൂമി, കീടനാശിനിയോട് വിട തുടങ്ങിയവയാണിത്. പരമ്പരാഗത പച്ചക്കറി കൃഷിയിലേക്ക് തിരിച്ചു നടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കലണ്ടറിന്റെ പേജുകൾ അവസാനിക്കുന്നത്. അജിത് പാനൂരാണ് കലണ്ടർ രൂപകൽപ്പന ചെയ്തത്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ബാബുരാജ് കയ്യോടിന്റെ ശേഖരത്തിൽ നിന്നാണ് ചിത്രങ്ങൾ ഉപയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പേ വിമുക്ത പഞ്ചായത്തിൽ കറവ പശുവിന് പേയിളകി. പെരിങ്ങോം പഞ്ചായത്തിലെ വാച്ചാലിലാണ് പശുവിന് പേയിളകിയത്. 2 ദിവസമായിട്ടും പഞ്ചായത്തോ മൃഗസംരക്ഷണ വകുപ്പോ ആരോഗ്യ വകുപ്പോ സംഭവസ്ഥലം സന്ദർശിച്ചില്ലെന്ന് പരാതി. 15 ദിവസങ്ങൾക്ക് മുൻപാണ് പെരിങ്ങോം പഞ്ചായത്തിലെ വാച്ചാൽ കുറ്റിപ്പുറത്ത് കുഞ്ഞിരാമന്റെ പശുവിനെ പേപ്പട്ടി കടിച്ചത്. പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിരുന്നെങ്കിലും 2 ദിവസം മുൻപാണ് പശുവിന് പേയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അധികൃതരെ ഉടൻ തന്നെ വിവരമറിയിച്ചിരുന്നെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. മൃഗഡോക്ടറാണെങ്കിൽ 3 ദിവസം ലീവ് ഉണ്ടായിരുന്നതുകൊണ്ട് നാട്ടിൽ പോയി എന്നാണ് വിവരം. പശുവിൽ നിന്നും മറ്റു മൃഗങ്ങളിലേക്കും രോഗം പകരുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാരും സമീപവാസികളും. പഞ്ചായത്തിൻ്റെയോ ഹെൽത്തിൻ്റെയോ ആൾക്കാർ വന്നാൽ ഇതിനെക്കുറിച്ച് കൊല്ലുന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ എത്താത്തതുകൊണ്ട് മൃഗങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ കാണുന്നത്. സ്ഥലം വാർഡ് മെമ്പർ ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇതിൽ തങ്ങൾക്ക് റോളില്ലെന്നായിരുന്നു മറുപടി. 15 ദിവസം മുൻപ് ഇതുവഴി വന്ന പേപ്പട്ടി ഏതൊക്കെ മൃഗങ്ങളെ കടിച്ചിട്ടുണ്ടെന്നറിയാത്ത ആശങ്ക ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കുന്നു. മാത്രമല്ല, പേയിളകി കിടക്കുന്ന പശുവിൻ്റെ പരിസര പ്രദേശങ്ങളിലും മറ്റുമുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യവകുപ്പ് അധികൃതർ കൈമലർത്തുക കൂടി ചെയ്യുമ്പോൾ എല്ലാം പൂർത്തിയായെന്നാണ് നാട്ടുകാരുടെ വാദം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കുണിയൻ യുവപ്രതിഭാ ഗ്രൗണ്ടിൽ യൂറിൻ തെറാപ്പി ഒരു തുറന്ന സംവാദം സംഘടിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. സാമൂഹികപരമായ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗമുണ്ടാകുന്നതിനെക്കുറിച്ചൊരു ധാരണ അത്തരത്തിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത്തരം ശാസ്ത്രീയമായ ചിന്താരീതി മുന്നോട്ട് വെച്ച ആളുകളെ അംഗീകരിക്കാൻ അന്നത്തെ സമൂഹം തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഭൂമി തിരിയുന്നുണ്ട് എന്ന് സൂചിപ്പിച്ച കുണിയൻ യുവപ്രതിഭയുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത്. യൂറിൻ തെറാപ്പി ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നില്ലെന്നും മൂത്രം ശരീരം പുറന്തള്ളുന്ന ഒരു വസ്തു മാത്രമാണെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ മെഡിക്കൽ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ KG രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളിൽ 40% മൂത്രത്തിലെ ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് യൂറിൻ തെറാപ്പി ഫൗണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. യുക്തിവാദി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. പ്രകൃതി ജീവന ഡോക്ടർ വിഭാസ് മോഡറേറ്ററായിരുന്നു. ആലക്കാട് ദേവി സഹായം LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. MA ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. P വിജയൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. മാറുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനനുസരിച്ച് ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആലക്കാട് ദേവി സഹായം LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തിയത്. സുരേഷ് ബാബു KV അധ്യക്ഷനായി. PV വിജയൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. P രമ ടീച്ചർ, സുരേഷ് ബാബു KV, ഹരിപ്രസാദ് VV, ശിവകുമാർ K, P സുമിത്ര ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ശ്രീ പടന്നമുണ്ടിയ ദേവസ്വം കളിയാട്ടത്തിന് തുടക്കമായി. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും ഉണ്ടിയിലെത്തിയതോടെ 4 നാൾ നീണ്ടു നിൽക്കുന്ന കളിയാട്ടം ആരംഭിച്ചു. മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പടന്നാമുണ്ടിയ ദേവസ്വം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നടന്നു. പടന്നമുണ്ടിയിൽ നിന്ന് ക്ഷേത്രജ്ഞന്മാരും ആചാരക്കാരും കൂട്ടായ്മാരും ക്ഷേത്രം ഭരണാധികാരികളും രാവിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തി ദക്ഷിണ വെച്ച് തൊഴുതു. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും സ്വീകരിച്ച് മുണ്ടിയിലേക്ക് യാത്ര തിരിച്ചു. മുണ്ടിയിലെത്തി ശ്രീകോവിലിൽ ദീപം പകർന്നതോടെയാണ് കളിയാട്ടത്തിന് തുടക്കമായത്. ജനുവരി 5 വരെ നടക്കുന്ന കളിയാട്ടത്തിൽ വിഷ്ണുമൂർത്തി, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, അസ്ത്രാളൻ, തുളുക്കോലം, ഗുളികൻ തുടങ്ങി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ജനുവരി 5 രാവിലെ 5:30 വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനം നടക്കും. ഉച്ചയ്ക്ക് 11 മണിയോടെ പ്രധാന ആരാധന ദേവതയായ ആയിറ്റി ഭഗവതിയുടെ തിരുമുടിന് വരും. തുടർന്ന് അന്നദാനവും നടക്കും. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കാഴ്ചവരവ്, കരിമരുന്ന് പ്രയോഗം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുറുവേലി ഭഗവതി ക്ഷേത്രം പാട്ടും കളത്തിലരിക്കും തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കും. കുറുവേലി ഭഗവതി ക്ഷേത്രം പാട്ടും കളത്തിലരിയും ബ്രഹ്മശ്രീ മരങ്ങാട്ടില്ലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. 2ാം പാട്ട് ദിവസമായ വെള്ളിയാഴ്ച തിടമ്പെഴുന്നള്ളത്തും നൃത്തവും വാളെഴുന്നള്ളത്തും പാട്ടും നൃത്തസന്ധിയും നടന്നു. ജനുവരി 8 ആയില്യം നാഗത്തിൽ കഴിക്കൽ നടക്കും. നമ്മുടെ കുറുവേലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ സരസ്വതി, മഹാലക്ഷ്മി, ദുർഗ, ആ 3 ചൈതന്യത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായ ആദിമഹാശക്തിയാണ് നമ്മൾക്കിവിടെ പ്രതിഷ്ഠ നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടങ്ങാളി കനകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അഗ്രശാലയുടെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം വനിതാ കമ്മിറ്റിയും സമുദായ കമ്മിറ്റിയും ചേർന്ന് നിർമ്മിച്ച അഗ്രശാലയുടെ ഉദ്ഘാടനം അന്തിതിരിയൻ ബീരിച്ചേരി നാരായണൻ, മാടക്ക കുഞ്ഞിക്കണ്ണൻ വെളിച്ചപ്പാട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സമുദായക്കാരും കൂട്ടായ്ക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. 4ാം പാട്ടുത്സവത്തിന്റെ ഭാഗമായി കിഴക്കേ കണ്ടങ്കാളിയിൽ നിന്നും 7ാം പാട്ടിന് പടിഞ്ഞാറേ കണ്ടങ്കാളിയിൽ നിന്നും വർണ്ണശബളമായ കാഴ്ചവരവ് ഉണ്ടായിരിക്കും. 8ാം പാട്ട് ദിവസം കളത്തിലരിയോടെ മഹോത്സവം സമാപിക്കും. ശ്രീ പടന്നമുണ്ടിയ ദേവസ്വം കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ ഘോഷയാത്ര നടന്നു. മുണ്ടിക്കു കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ കലവറ ഘോഷയാത്രയിൽ അണിചേർന്നു. ചെണ്ടവാദ്യങ്ങളും മുത്തുകുടകളും ഘോഷയാത്രയ്ക്ക് ചാരുതയേകി. നട്ടുച്ചയെ വകവയ്ക്കാതെ സ്ത്രീകളടക്കം നിരവധി പേരാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വെവ്വേറെ ഘോഷയാത്രയായി പടന്നാമുണ്ടിയിലെത്തിയത്. ഇവർക്കെല്ലാം ഭക്ഷണവും സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജിലെ 1986-89 വർഷത്തെ മാത്തമാറ്റിക്സ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ നടക്കും.
ഫാഷൻ സ്റ്റുഡിയോ ബ്യൂട്ടി ടച്ച് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സജ്ലി സലീം ഉദ്ഘാടനം ചെയ്തു. ഇനി അറിയിപ്പുകൾ. വെള്ളൂർ കാറമേൽ വാണി സമുദായ ശ്മശാനം വിശ്രാന്തിയുടെ സമർപ്പണം 2015 ജനുവരി 4 ഞായറാഴ്ച രാവിലെ 9:30 നടക്കും. പിലിക്കോട് കണ്ണങ്കൈ വടക്കൻ വീട് തറവാട് കുടുംബാംഗങ്ങളുടെ ജനറൽ ബോഡി യോഗം ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തറവാട്ടിൽ വെച്ച് ചേരും. കേളോത്ത് നവസൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് 2015 ജനുവരി 4 ഞായറാഴ്ച കേളോത്ത് ബദർ മസ്ജിദിന് സമീപം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടക്കും. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ജനുവരി 3 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യുക. വിശദവിവരങ്ങൾക്ക് 9447320722 9447374285 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ റിക്കവറിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് മെഡിക്കൽ കോളേജ് ശാഖയിലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. റിക്കവറി നടപടി പിൻവലിക്കണമെന്ന് MV ജയരാജൻ. നിർമ്മാണം പൂർത്തിയായ മാടായി ITI കെട്ടിടം TV രാജേഷ് MLA സന്ദർശിച്ചു. ITIയിൽ പുതിയ കോഴ്സ് അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് MLA. തളിപ്പറമ്പ് CH സെന്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രഭാഷണ പരമ്പരയ്ക്ക് പഴയങ്ങാടിയിൽ തുടക്കമായി. KM ഷാജി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ തങ്കയം ബൈപ്പാസ് റോഡിനോടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ച് തങ്കയം ശാഖ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും. കൃഷി ഓഫീസറെ കണ്ടിട്ട് വർഷങ്ങൾ. ചിറ്റാരിക്കൽ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ചെറുപുഴ കുണ്ടന്തടത്ത് റോഡരികിൽ കല്ല് നിരത്തിയത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.